പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയായ കാരോലിൻ ഷെർവിൻ ബെയ്ലി എഴുതിയ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന മനോഹരമായ ഒരു കഥയുടെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബൌട്ട് ദി ഓതർ കാരോലിൻ ഷെർവിൻ ബെയ്ലി 1875-1961 was an American writer of children's literature. കുട്ടികളുടെ സാഹിത്യത്തിൽ എഴുതുന്ന അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു കാരോലിൻ ഷെർവിൻ ബെയ്ലി. ഷി വാസ് ബോൺ ഇൻ ഹോസ്വിക് ഫോൾസ്, ന്യൂയോർക്ക്. ഇവർ ജനിച്ചത് ന്യൂയോർക്കിലെ ഹോസ്വിക് ഫോൾസിൽ ആയിരുന്നു. and attended Teachers College, Columbia University, from where she graduated in 1896. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് കോളേജിൽ ചേരുകയും അവിടെ നിന്ന് 1896 പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. Her stories for children include Boys and Girls of Colonial Days, Board and Stripes and Bright Stars, Hero Stories, and The Little Rabbit Who Wanted Red Wings. ഇവരുടെ കുട്ടികൾക്കുള്ള കഥകളിൽ ഉൾക്കൊള്ളുന്നതാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് കൊളോണിയൽ ഡേയ്സ്, ബോർഡ് സ്ട്രൈപ്സ് ആൻഡ് ബ്രൈറ്റ് സ്റ്റാർസ്, ഹീറോ സ്റ്റോറീസ് ആൻഡ് ലിറ്റിൽ റാബിറ്റ് ഹു വാണ്ടഡ് റെഡ് വിങ്സ് തുടങ്ങിയവ. ഷി റോട്ട് ഫോർ ദ ചിൽഡ്രൻസ് അവർ 1906 ഇൻ കൊളാബറേഷൻ. മറ്റൊരു എഴുത്തുകാരനോട് സഹകരിച്ചുകൊണ്ട് അവർ ഫോർ ദ ചിൽഡ്രൻ അവർ എന്ന് പറയുന്ന ഒരു കഥയും എഴുതിയിട്ടുണ്ട്. In 1947, her book Miss Hickory won the Newbery Medal. 1947 മിസ് ഹോക്കറി എന്ന് പറയുന്ന അവരുടെ പുസ്തകം ന്യൂബെറി മെഡൽ നേടിയിട്ടുണ്ട്. ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന വീട്. ഈ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരമ്മയും ഒരു കുട്ടിയുമാണ്. ഒരു ദിവസം ഈ കുട്ടിക്ക് വളരെയധികം മുഷിപ്പ് അനുഭവപ്പെട്ടു, ബോറിംഗ് അനുഭവപ്പെട്ടു. അങ്ങനെ കുട്ടി തന്റെ അമ്മയോട് പരാതിപ്പെടുകയും അമ്മ ഈ ബോറിംഗ് മാറ്റാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന ഒരു രസകരമായിട്ടുള്ള ടാസ്ക് ആണ് ഈ കഥയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാഠഭാഗത്തിലേക്ക് പോവാം. ഓൺ എ കോൾഡ്, റെയിനി ആൻഡ് വിൻഡി സാറ്റർഡേ ഇൻ ഒക്ടോബർ, ഒരു നല്ല തണുപ്പുള്ള മഴയും കാറ്റുമുള്ള ഒക്ടോബറിലെ ഒരു ശനിയാഴ്ച ദിവസം, a little boy was bored. ഒരു ചെറിയ കുട്ടിക്ക് വളരെയധികം മുഷിപ്പ് അനുഭവപ്പെട്ടു. ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിപ്പ് അനുഭവപ്പെടുക. He went down to the kitchen where his mother was reading the newspaper and he said, അങ്ങനെ he went down to the kitchen, അവൻ കിച്ചണിലേക്ക് പോയി, താഴെയുള്ള കിച്ചണിലേക്ക് പോവുകയും where his mother was reading the newspaper, അവിടെ തന്റെ അമ്മ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. and he said, എന്നിട്ട് ആ കുട്ടി അമ്മയോട് പറയാണ്, Mom, I don't know what to do. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. I am bored. എനിക്ക് വളരെയധികം മുഷിപ്പ് അനുഭവപ്പെടുകയാണ്. സോ ഇവിടെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മുഷിപ്പ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുള്ളത്. വളരെയധികം ബോറിംഗ് അനുഭവപ്പെടുകയാണെന്ന് കുട്ടി അമ്മയോട് കംപ്ലൈന്റ് ചെയ്തു. His mother looked up from her paper. പേപ്പർ വായിച്ചിരുന്ന അമ്മ പേപ്പറിൽ നിന്നും തല ഉയർത്തി നോക്കുകയും and smiled, എന്നിട്ട് പുഞ്ചിരിച്ചു. Why don't you draw the picture with your new crayons? എന്നിട്ട് അമ്മ പറയണ, എന്തുകൊണ്ട് നിനക്ക് ഒരു ചിത്രം വരച്ചുകൂടാ നിന്റെ പുതിയ ക്രയോൺസ് കൊണ്ട്? അതായത് കുട്ടിക്ക് മേടിച്ച പുതിയ ക്രയോൺസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിനക്ക് ചിത്രങ്ങൾ വരച്ചുകൂടെ? അങ്ങനെ നിന്റെ ബോറിംഗ് മാറ്റിക്കൂടെ എന്ന് അമ്മ കുട്ടിക്ക് നിർദ്ദേശം നൽകി. I already drew 100 pictures. ഞാൻ 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചു തീർത്തിട്ടുണ്ട്. He said, I am bored. വീണ്ടും കുട്ടി പറഞ്ഞു, ഞാൻ കുറേയധികം ചിത്രങ്ങൾ വരച്ചു തീർത്തു, എനിക്ക് വീണ്ടും മുഷിപ്പ് അനുഭവപ്പെടുന്നു, എനിക്ക് ബോറിംഗ് അനുഭവപ്പെടുന്നു എന്ന് കുട്ടി പറഞ്ഞു. Well, why don't you read one of your new library books? അപ്പൊ അമ്മ പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് നിന്റെ പുതിയ ലൈബ്രറി പുസ്തകങ്ങളിൽ ഒന്നെടുത്ത് വായിച്ചുകൂടാ എന്ന് അമ്മ ചോദിച്ചു. She suggested, അമ്മ നിർദ്ദേശിച്ചു. I already read all of my books 1,000 times. ഞാൻ എന്റെ മുഴുവൻ പുസ്തകവും 1000 തവണ വായിച്ചു തീർത്തിട്ടുണ്ട്. I am bored, he said. ഇവിടെ 1000 തവണ എന്ന് സൂചിപ്പിക്കുന്നത് കുറെ അധികം തവണ എന്നാണ് ഉദ്ദേശിക്കുന്നത്. I am bored. എനിക്ക് മുഷിപ്പ് അനുഭവപ്പെടുന്നു, ബോറിംഗ് അനുഭവപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. How about playing with your toys? അപ്പൊ അമ്മ പറയാണ്, എന്താ നിനക്ക് നിന്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് ചോദിച്ചു. She said, അതായത് നിനക്ക് നിന്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചുകൂടെ എന്ന് ചോദിച്ചു. I already played 1,000,000 toys. ഞാൻ ലക്ഷക്കണക്കിന് ടോയ്സ് വെച്ച് ഞാൻ എന്ത് ചെയ്തു? കളിച്ചു.
ഇവിടെ മില്യൺ ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലക്ഷക്കണക്കിന് തവണ കളിക്കുക എന്നല്ല, ഒരു അതിശയോക്തി പോലെ കുറെ അധികം തവണ ഞാൻ എന്ത് ചെയ്തു, കളിച്ചു, എനിക്ക് വീണ്ടും ബോറിംഗ് അനുഭവപ്പെടുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഐ ആം ബോർഡ്. ഇവിടെ ക്യാപിറ്റലൈസ്, ഓരോ പ്രാവശ്യവും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് ഇവിടെ ബോർഡ് പറയുന്നത്. ഏറ്റവും അവസാനം എനിക്ക് അത്രത്തോളം മുഷിപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ പലവിധ മാർഗങ്ങളും നിർദ്ദേശിക്കുകയും അതൊക്കെ കുട്ടി പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും വീണ്ടും കുട്ടി എനിക്ക് ബോറിംഗ് ആണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. Most of the time, mothers don't like it when their children say they are bored. മിക്ക സമയത്തും അമ്മമാർക്ക് ഇഷ്ടമല്ല അവരുടെ മക്കൾ ബോറടിക്കുന്നു എന്ന് പറയുന്നത്. അതായത് മുഷിപ്പ്, ബോറിംഗ് ആണെന്ന് പറയുന്നത് അമ്മമാർക്ക് ഇഷ്ടമല്ല. I was never bored when I was your age. എനിക്കൊരിക്കലും ബോറിംഗ് അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ പ്രായത്തിലാകുമ്പോൾ. They say. അമ്മമാർ പറയും. അതായത് അമ്മമാർ പറയും, നിങ്ങളുടെ പ്രായത്തിലാകുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ബോറിംഗ് അനുഭവിച്ചിട്ടില്ല. ദോ ദിസ് കാൺ ബി ട്രൂ, കാണ്ട് ഇറ്റ്? അത് ശരിയായിക്കോണമെന്നൊന്നുമില്ല അല്ലേ എന്നെന്ത് ചെയ്യാണ് ചോദിക്കണം. അതായത് അമ്മമാർ അങ്ങനെ പറയുമെങ്കിലും അവർക്ക് ഒരിക്കലും ബോറടിച്ചിട്ടില്ല എന്ന് പറയുന്നത് സത്യമായിക്കോണമെന്നൊന്നും ഇല്ല എന്ന് പറയാണ്. ദ ലിറ്റിൽ ബോയ്സ് മദർ തോട്ട് ഫോർ എ ബിറ്റ്. ഈ ചെറിയ കുട്ടിയുടെ അമ്മ കുറച്ചു സമയം ചിന്തിച്ചു. ആൻഡ് ദെൻ ഷീ സെഡ്. അതിനുശേഷം അമ്മ പറയാണ്, ഐ റിമെമ്പർ വൺ ഡേ വെൻ ഐ വാസ് യോർ ഏജ്. ഞാനൊരു ദിവസം ഓർക്കുന്നു, ഞാൻ നിന്റെ പ്രായമായിരുന്ന സമയത്ത്. ഐ വാസ് ബോർഡ്. എനിക്ക് വളരെയധികം മുഷിപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്മ പറയാണ് എനിക്ക് മുഷിപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. മൈ മദർ, യോർ ഗ്രാൻഡ് മദർ. എന്റെ അമ്മ, അതായത് നിന്റെ ഗ്രാൻഡ് മദർ, യോർ ഗ്രാൻഡ് മദർ, സെൻഡ് മീ ഔട്ട് ടു റീച്ച് ഫോർ ദ സ്ട്രേഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ്. എന്നെ പറഞ്ഞു വിട്ടു ടു സെർച്ച് ഫോർ ദ സ്ട്രേഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ്. ഏറ്റവും അപരിചിതമായിട്ടുള്ള ഒരു ചെറിയ വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അതായത് ഞാൻ നിന്റെ പ്രായത്തിലായിരുന്നപ്പോൾ എനിക്ക് ബോറിംഗ് അനുഭവപ്പെടുകയും ആ സമയത്ത് എന്റെ അമ്മ ഒരു വളരെ അപരിചിതമായിട്ടുള്ള ഒരു വീട് കണ്ടെത്താൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടു. ഇഫ് യു ലൈക്ക്, നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഐ കാൻ ടെൽ യു, എനിക്ക് പറയാൻ കഴിയും, ജസ്റ്റ് വാട്ട് ഷീ ടോൾഡ് മീ ടു ഡു. എന്നോട് എന്താണ് എന്റെ അമ്മ ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് നിന്നോട് പറഞ്ഞു തരാൻ കഴിയും നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതായത് എന്റെ അമ്മ എനിക്ക് തന്ന ടാസ്ക് എന്താണെന്നുള്ളത് നിന്നോട് ഷെയർ ചെയ്യാൻ പറ്റും നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് അമ്മ കുട്ടീനോട് പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് ലുക്ക്ഡ് അപ്പ്. ആ ചെറിയ കുട്ടി മുകളിലോട്ട് നോക്കി. ഹിസ് മദർ വാസ് ബോർഡ് വൺസ്. എന്റെ അമ്മ ഒരിക്കൽ ബോറിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അത് തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ഷീ സെഡ്, ഫസ്റ്റ് യു നീഡ് ടു പുട്ട് ഓൺ യുവർ റെയിൻ കോട്ട്. എന്നിട്ട് അമ്മ പറയാണ്, ആദ്യം നീ നിന്റെ റെയിൻ കോട്ട് ധരിക്കണം. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നാണ് അർത്ഥം. ആൻഡ് യുവർ ഹാറ്റ്, നിന്റെ തൊപ്പി. ആൻഡ് യുവർ സ്കാർഫ്. സ്കാർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലിടുന്ന വസ്ത്രം. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഇതിനാണ് സ്കാർഫ് എന്ന് പറയുക. തൊപ്പി ധരിക്കണം. ആൻഡ് യുവർ മിറ്റൻസ്. മിറ്റൻസ് മീൻസ് കയ്യുറ, കയ്യിൽ ധരിക്കുന്ന ഉറയാണെന്ന് പറയുന്നത് മിറ്റൻസ് എന്ന് പറയുന്നത്. മിറ്റൻസ്. ആൻഡ് യുവർ ബൂട്ട്സ്. നിന്റെ ബൂട്ടും എന്ത് ചെയ്യണം, നീ ധരിക്കണം. ദെൻ യു നീഡ് ടു ഗോ ഔട്ട്സൈഡ്. അതിനുശേഷം നീ പുറത്തോട്ട് പോകണം. ആൻഡ് ദെൻ യു നീഡ് ടു വാക്ക് അപ്പ് ദ ബ്ലോക്ക്. അതായത് ഈ മേഖലകളെ, ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് urban ലോട്ട്സ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് കുറെ അധികം വീടുകൾ നിരന്നു നിൽക്കുന്ന ഒരു സ്ട്രീറ്റിനാണ് ഇവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഈ ബ്ലോക്കിലൂടെ മുകൾ ഭാഗത്തേക്കും അതിന്റെ താഴ്ഭാഗത്തേക്കും നീ പോവണം. ആൻഡ് അറൌണ്ട് ദ ബ്ലോക്ക്, നമ്മുടെ വീട് നിലകൊള്ളുന്ന ഈ സ്ഥലത്തിന്റെ ചുറ്റിനും നീ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം. ടു ലുക്ക് ഫോർ ദാറ്റ് ലിറ്റിൽ ഹൗസ്. ആ ചെറിയ വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള ആ ചെറിയ വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യം നീ നിന്റെ കോട്ടും ഹാറ്റും സ്കാർഫ്, മിറ്റൻസ് ആൻഡ് ബൂട്ട്സ് ഒക്കെ ധരിച്ചതിന് ശേഷം വീടിന് പുറത്തോട്ട് പോവുകയും അതിനുശേഷം നമ്മുടെ സ്ട്രീറ്റിലുള്ള ഈ ബ്ലോക്കിലൂടെ മുകളിലോട്ടും താഴോട്ടും അതിന് ചുറ്റും സഞ്ചരിക്കണം എന്ന് എന്ത് ചെയ്തു, അമ്മ കുട്ടീനോട് പറയാണ്. വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ്? അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എന്ത് തരത്തിലുള്ള ചെറിയ വീടാണ്? ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്. ആ കുട്ടി ചോദിച്ചു. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. എന്നിട്ട് അമ്മ പറയാണ് എങ്ങനെയുള്ള വീടാണെന്നുള്ളത്. ഇറ്റ് ഈസ് എ ലിറ്റിൽ, ഇതൊരു ചെറിയ റൗണ്ടഡ് ഷേപ്പിലുള്ള ചുമന്ന വീടാണ്, റെഡ് ഹൗസ് ആണ്. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്. ആ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ആ വീടിന് എന്തില്ല, ഒരു വിൻഡോസും ഇല്ല, ജനാലയില്ല. നോ ഡോർസ്, അതിന് ഡോറുമില്ല. എ ചിമ്നി ഓൺ ടോപ്പ്. ആ വീടിന്റെ മുകളിൽ ഒരു ചിമ്നിയുണ്ട്.
ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ആ വീടിന്റെ നടുവിലായിട്ട് ഒരു നക്ഷത്രവുമുണ്ട്. ഷീ സെഡ്. അതായത് ഇത്രയും പ്രത്യേകതകളുള്ള ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന വീട്, വാതിലുകളും ജനാലകളുമില്ലാത്ത ഒരു ചിമ്നി, ഏറ്റവും മുകളിൽ ഒരു ചിമ്നി നിലകൊള്ളുന്ന വീടിന്റെ മധ്യത്തിലായിട്ട് ഒരു നക്ഷത്രം ഉൾക്കൊള്ളുന്ന ഒരു വീടാണ് കണ്ടെത്തേണ്ടതെന്ന് അമ്മ മകനോട് പറയാണ് ചെയ്യുന്നത്. ദ ലിറ്റിൽ ബോയ് സ്റ്റേർഡ് അറ്റ് ഹർ. അത് കേട്ടപ്പോ ദ ലിറ്റിൽ ബോയ്, ആ കുട്ടി എന്ത് ചെയ്തു? സ്റ്റേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറിച്ചു നോക്കുക. അറ്റ് ഹർ, അമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. ഐ നെവർ സോ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. ഞാൻ ഇതുപോലെയുള്ള ഒരു വീട് ഇതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല. വേർ ഇസ് ഇറ്റ്? എവിടെയാണ് ഈ വീടെന്ന് എന്ത് ചെയ്തു? കുട്ടി അമ്മേനോട് ചോദിച്ചു. ഹിസ് മദർ സെഡ്, ഐ കാൻ ടെൽ യു. അപ്പൊ കുട്ടിയോട് അമ്മ പറയാണ്, എനിക്ക് നിന്നോട് പറഞ്ഞു തരാൻ പറ്റില്ല. ബട്ട് ഇഫ് യു കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ആൻഡ് യുവർ ഐസ് ഓപ്പൺ, നീ നിന്റെ ചെവികൾ തുറന്നു പിടിക്കുകയും നിന്റെ കണ്ണുകൾ തുറന്നു പിടിക്കുകയും ചെയ്താൽ, ഇഫ് യു ലുക്ക് ഹാർഡ്, നീ വളരെയധികം ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ, യു ഷുഡ് ഫൈൻഡ് ഇറ്റ് നോട്ട് ടു ഫാർ ഫ്രം ഹിയർ, നിനക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ നിന്നും വളരെ ദൂരെ അല്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ നിനക്ക് ഈ വീട് കണ്ടെത്താൻ കഴിയും. അതായത് നീ നിന്റെ കാതുകളും കണ്ണുകളൊക്കെ തുറന്നു വെച്ച് വളരെ ശ്രദ്ധയോടുകൂടെ നീ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും കൂടുതൽ ദൂരെ അല്ലാതെ തന്നെ ഈ വീട് നിനക്ക് കണ്ടെത്താൻ കഴിയും. യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. നമ്മുടെ ഈ സ്ട്രീറ്റ്, ഈ തെരുവ് ക്രോസ് ചെയ്ത് കടക്കുക കൂടി വേണ്ട, അല്ലാതെ തന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടെത്താൻ പറ്റും. ഇത് കേട്ടപ്പോ ഐ വിൽ ഡു ഇറ്റ്, കുട്ടി പറയാണ്, ഞാൻ ഇത് കണ്ടെത്തും, ഞാൻ ഇത് ചെയ്യും. ഹി സെഡ്. വളരെ കോൺഫിഡൻസോടുകൂടെ കുട്ടി പറയാണ്, ഞാൻ ഇത് കണ്ടെത്തും. അപ്പൊ അമ്മ ഒരു ടാസ്ക് സെറ്റ് ചെയ്ത് നൽകിയിരിക്കുകയാണ് ഈ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഹി ബണ്ടിൽഡ് അപ്പ്. ബണ്ടിൽ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡ്രസ് ഇൻ എന്നാണ് അർത്ഥം. പുട്ട് ഓൺ അല്ലെങ്കിൽ ടു ഡ്രസ് ഇൻ. അവൻ അണിഞ്ഞു. ഇൻ ഹിസ് റെയിൻകോട്ട്, അവന്റെ റെയിൻകോട്ട് ധരിച്ചു. ഹിസ് ഹാറ്റ് ആൻഡ് ഹിസ് സ്കാർഫ്, അവന്റെ തൊപ്പിയും അവന്റെ സ്കാർഫും. ആൻഡ് ഹിസ് മിറ്റൻസ്, മിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യുറ. ആൻഡ് ഹിസ് ബൂട്ട്, അവന്റെ ബൂട്ടും ഒക്കെ അണിഞ്ഞു. ആൻഡ് സെറ്റ് ഔട്ട് ടു ഫൈൻഡ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ആൻഡ് സെറ്റ് ഔട്ട്, എന്നിട്ട് അവൻ യാത്ര തുടങ്ങി. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേർണി. ടു ഫൈൻഡ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ആ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന വീട് കണ്ടെത്താൻ. വിത്ത് നോ വിൻഡോസ്, ഒരു വിൻഡോസും ഇല്ലാത്ത. നോ ഡോസ്, ഒരു ഡോറും ഇല്ലാത്ത. എ ചിമ്നി ഓൺ ടോപ്പ്, ഏറ്റവും മുകളിലായിട്ട് ഒരു ചിമ്നിയുള്ള. ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, നടുവിൽ ഒരു നക്ഷത്രമുള്ള. തികച്ചും സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള, അപരിചിതമായിട്ടുള്ള ഒരു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ യാത്ര തുടങ്ങി. ഹി വാക്ക്ഡ് ഡൗൺ ഹിസ് ലോങ് ബ്ലോക്ക്. അവൻ വീടുകളുടെ നീണ്ട നിരയുള്ള ഭാഗത്തേക്ക് അവൻ നടന്നു. ഹി വാക്ക്ഡ് ഡൗൺ, അവൻ താഴോട്ട് നടന്നു. ഹിസ് ലോങ് ബ്ലോക്ക്, വീടുകളുടെ നീണ്ട നിരയുള്ള ഭാഗത്തിലൂടെ അവൻ താഴോട്ട് നടന്നു. ഓൾ ദ വേ ടു ദ കോർണർ, നേരെ അവൻ ഒരു മൂലയിലേക്ക് പോയി. ഹി സോ വൈറ്റ് ഹൗസസ്, ബ്ലൂ ഹൗസസ് ആൻഡ് യെല്ലോ ഹൗസസ് ആൻഡ് ഗ്രീൻ ഹൗസസ്. അവൻ നീല നിറത്തിലുള്ളതും മഞ്ഞ നിറത്തിലുള്ളതും പച്ച നിറത്തിലുള്ള വീടുകളും കണ്ടു. ദെൻ ഹി സോ എ റെഡ് ഹൗസ്. അതിനുശേഷം അവൻ ഒരു ചുമന്ന കളറിലുള്ള ഒരു വീട് കണ്ടു. അപ്പൊ പല വർണ്ണത്തിലുള്ള വീട് അവൻ കാണുകയും പിന്നീട് അവൻ ഒരു ചുമന്ന കളറിലുള്ള വീട് കണ്ടു. There is it. അവൻ ചുമന്ന വീട് കണ്ടപ്പോ അതാ അവിടെ. ഹി ക്രൈഡ്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ബട്ട് ദ ഹൗസ് വാസ് സ്ക്വയർ നോട്ട് റൗണ്ട്. പക്ഷെ ആ ചുമന്ന വീട് എന്തായിരുന്നു? സ്ക്വയർ ഷേപ്പ് ആയിരുന്നു, ചതുരത്തിലായിരുന്നു. നോട്ട് റൗണ്ട്, ഉരുണ്ടിട്ടായിരുന്നില്ല, റൗണ്ടഡ് ഷേപ്പിലായിരുന്നില്ല. ഇറ്റ് ഹാഡ് എ ചിമ്നി, ഓൾ റൈറ്റ്, ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ്. ഇതിനൊരു ചിമ്നി ഉണ്ടായിരുന്നു, പക്ഷേ കുറെ അധികം വിൻഡോസ് ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ ഡോർ ടു, ഇതിനൊരു ഡോറും ഉണ്ടായിരുന്നു. അതായത് അമ്മ പറഞ്ഞ വീടിന് എന്തുണ്ടായിരുന്നില്ല? ഡോസും വിൻഡോസും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ചുമന്ന വീടിന് എന്തുണ്ട്? കുറെ അധികം വിൻഡോസും ഡോസും ഒക്കെ ഉണ്ട്. ഹി കുഡിൻ ടെൽ ഇഫ് ദർ വാസ് എ സ്റ്റാർ. അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അവിടെ ഒരു നക്ഷത്രമുണ്ടോ എന്നുള്ളത്. വീടിന്റെ അകത്ത് മധ്യത്തിലായിട്ട് നക്ഷത്രമുണ്ടോ എന്ന് അറിയില്ല. ദ വിൻഡോസ് ആർ കേർട്ടൺ ഓൺ ദ ഇൻസൈഡ്. കാരണം ഈ വീടിന്റെ ജനാലകൾക്കൊക്കെ അതിനകത്ത് എന്തുണ്ടായിരുന്നു? കേർട്ടൻസ് തൂക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് നക്ഷത്രമുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അറിഞ്ഞിരുന്നില്ല. ദാറ്റ് കാൻ ബി ഇറ്റ്. ഈ വീടായിരിക്കില്ല. ഹി സെറ്റ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് മാർച്ച്. അവന്റെ സെർച്ചിങ് അദ്ദേഹം വീണ്ടും തുടങ്ങി. അറൌണ്ട് ദ കോർണർ, ആ കോർണറിന് ചുറ്റും. അപ്പ് ദ ലോങ് ബ്ലോക്ക് ആൻഡ് ടു ദ നെക്സ്റ്റ് കോർണർ. ആ നിരയുടെ ആ ബ്ലോക്കിന്റെ മുകൾ ഭാഗത്തും അതിന്റെ അടുത്ത കോർണറിൽ വരെ എത്തി. There were yellow houses and brown houses and many colored houses.
അവിടെ മഞ്ഞ നിറത്തിലുള്ള വീടുകളും ബ്രൗൺ കളറിലുള്ള വീടുകളും ആൻഡ് മെനി കളേർഡ് ഹൗസ്, പലവിധ വർണ്ണത്തിലുള്ള വീടുകൾ ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. പക്ഷേ അവയിൽ ഒരു വീടുമായിരുന്നില്ല എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന കളറിലുള്ള വീടായിരുന്നില്ല. വിത്ത് നോ വിൻഡോസ്, ഒരു ജനാലയുമില്ലാത്ത, നോ ഡോസ്, ഒരു വാതിലുമില്ലാത്ത, ആൻഡ് എ ചിമ്നി ഓൺ ടോപ്പ്, മുകളിൽ ഒരു ചിമ്നിയുള്ള, ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ആ വീടിന്റെ മധ്യത്തിൽ ഒരു നക്ഷത്രമുള്ള അങ്ങനെയുള്ള ഒരു വീടായിരുന്നില്ല. ഇത് അമ്മ പറഞ്ഞ തരത്തിലുള്ള ഒരു വീടും ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. പല വർണ്ണത്തിലുള്ള വീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇതേപോലെയുള്ള ഒരു വീട് കണ്ടെത്താൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. ആസ് ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ സൈഡ് വാക്ക്, ആ കുട്ടി ആ നടപ്പാതയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഫീലിംഗ് പസിൽഡ്, ആകെ ആശയക്കുഴപ്പത്തിലായിട്ട്, പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാവുക, ആശയക്കുഴപ്പത്തിലായിട്ട് നടപ്പാതയിൽ നിന്നപ്പോ ദ ലിറ്റിൽ വൈറ്റ് മെയിൽ ട്രക്ക്, ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു മെയിൽ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകളൊക്കെ ക്യാരി ചെയ്യുന്ന ട്രക്കാണ്. പുൾഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം ഡ്രൈവ് ക്ലോസ് ടുവാർഡ് സംതിങ്. ഇവരുടെ ഈ കുട്ടിയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു, ഡ്രൈവ് ചെയ്തു വന്നു. ദ മെയിൽ കാരിയർ പോക്കഡ് ഹിസ് ഹെഡ്, മെയിൽ കാരിയർ തന്റെ തല പുറത്തോട്ടിട്ടു, ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് സെഡ്, ആ വിൻഡോയുടെ പുറത്തോട്ടിട്ടുകൊണ്ട് എന്ത് ചെയ്തു, ചോദിച്ചു, ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്? ഏയ് കുട്ടി, ആർ യു ലോസ്റ്റ്? ഇവിടെ ആർ യു ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വഴി അറിയാതെ കുടുങ്ങിയിരിക്കുകയാണോ എന്ന് എന്ത് ചെയ്തു, ആ കുട്ടീനോട് ചോദിച്ചു. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്. അപ്പൊ കുട്ടി പറഞ്ഞു, നോ, അല്ല, ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി. അപ്പൊ കുട്ടി തന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. ഞാൻ ഐവി റോക്ക് ലെയിനിലാണ് താമസിക്കുന്നത്, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സിയിലെ ബ്രിഡ്ജ് വാട്ടറിലെ ഐവി റോക്ക് ലൈനിലാണ് ഞാൻ താമസിക്കുന്നത്. കുട്ടി തന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. ദാറ്റ് ഈസ് റൈറ്റ് അറൌണ്ട് ദ കോർണർ. അപ്പൊ മെയിൽ കാരിയർ പറയാണ്, ഓ ശരിയാണ്, ആ സ്ഥലം ഈ കോർണറിന്റെ അടുത്ത് തന്നെയാണെന്ന് എന്ത് ചെയ്തു, മെയിൽ കാരിയർ പറഞ്ഞു. ദ മെയിൽ കാരിയർ സെഡ്, നോ യു ആർ നോട്ട് ലോസ്റ്റ്, നിനക്ക് വഴി അറിയാതെ കുടുങ്ങിയിരിക്കുകയല്ല എന്ന് എന്ത് ചെയ്തു, മെയിൽ കാരിയർ കുട്ടീനോട് പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്. അപ്പോ ആ ലിറ്റിൽ ബോയ് ചോദിച്ചു, ഡു യു നോ വേർ എവ്രിവൺ ലിവ്സ് അറൌണ്ട് ഹിയർ? ഇവിടെ എല്ലാവരും എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്, ഞാൻ ഒരു പ്രത്യേകതകളുള്ള ഒരു വീട് തിരയുകയാണ്. ദ മെയിൽ കാരിയർ സെഡ് പ്രൗഡ്ലി, അഭിമാനത്തോടുകൂടെ മെയിൽ കാരിയർ പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ ഡു ലിറ്റിൽ ബോയ്, എനിക്കറിയാം, എനിക്കിവിടെയുള്ള എല്ലാ വീടുകളും അറിയാം കുട്ടി എന്നെന്ത് ചെയ്തു, മെയിൽ കാരിയർ പറഞ്ഞു. ദാറ്റ്സ് മൈ ജോബ്, അതാണ് എന്റെ ജോലി. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? എന്ത് വീടാണ് നിനക്ക് കണ്ടെത്തേണ്ടത് എന്നെന്ത് ചെയ്തു, കുട്ടീനോട് ചോദിച്ചു. കാരണം മെയിൽ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള വീടുകളുടെയൊക്കെ അഡ്രസ്സും കൃത്യമായിട്ട് അറിയാം. അപ്പോ എനിക്കിവിടെയുള്ള എല്ലാ വീടും അറിയാം, നിനക്ക് എന്ത് തരത്തിലുള്ള വീടാണ് കണ്ടെത്തേണ്ടതെന്ന് മെയിൽ കാരിയർ ചോദിച്ചു. ദ ലിറ്റിൽ ബോയ് സെഡ്. അപ്പൊ ലിറ്റിൽ ബോയ് പറഞ്ഞു, മൈ മദർ സെൻഡ് മീ ടു ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. എന്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ടു ഫൈൻഡ്, കണ്ടെത്താൻ വേണ്ടിയിട്ട്, എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന വീട്. വിത്ത് നോ വിൻഡോസ് നോ ഡോസ്, വിത്ത് നോ വിൻഡോസ് നോ ഡോസ്, വിൻഡോസും ഡോസ് ഒന്നുമില്ലാത്ത, എ ചിമ്നി ഓൺ ടോപ്പ്, മുകളിൽ ഒരു ചിമ്നി മാത്രമുള്ള, ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ആ വീടിന്റെ നടുക്കിൽ മധ്യഭാഗത്തായിട്ട് ഒരു നക്ഷത്രവുമുള്ള, ഇത്രയും പ്രത്യേകതകളുള്ള ഒരു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടത്, കുട്ടി മെയിൽ കാരിയറോട് പറഞ്ഞു. ലിറ്റിൽ ബോയ്, ദ മെയിൽ കാരിയർ സെഡ്. മെയിൽ കാരിയർ പറയാണ്, ഐ ഹാവ് ബീൻ ടു എവ്രി ഹൗസ് ഇൻ ദ ടൗൺ, ഞാൻ ഈ ടൗണിലുള്ള എല്ലാ വീട്ടിലും പോയിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ, ഇതുപോലെ പ്രത്യേകതകളുള്ള ഒരു വീട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആർ യു ഷ്യോർ യുവർ മദർ ഈസിന്റ് പുള്ളിങ് യുവർ ലെഗ്? നിനക്ക് ഉറപ്പാണോ നിന്റെ അമ്മ നിന്നെ കളിയാക്കുകയല്ല എന്നുള്ളത്? പുള്ളിങ് യുവർ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീസിങ് സംബഡി ബൈ സേയിങ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ട്രൂ, സത്യമല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നതിനെയാണ് പുള്ളിങ് യുവർ ലെഗ് എന്ന് പറയുന്നത്. നിന്റെ അമ്മ നിന്നെ കളിയാക്കുകയല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നെന്ത് ചെയ്തു, മെയിൽ കാരിയർ പറഞ്ഞു. ഓ നോ, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. അപ്പൊ ലിറ്റിൽ ബോയ് പറഞ്ഞു, ഏയ് അല്ല, മൈ മദർ വുഡൻ ടീസ് മീ, എന്റെ അമ്മ എന്നെ കളിയാക്കാറില്ല. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്, എന്റെ അമ്മ എന്നോട് പറഞ്ഞു അവർ ഇങ്ങനെയുള്ള ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്, അവർ എന്റെ പ്രായത്തിലായിരിക്കുമ്പോൾ. സോ ഐ നോ ഇറ്റ് ഈസ് റിയൽ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് സത്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അതായത് അത്രയും
എല്ലാ വീട്ടിലേക്കും അവിടെ പോയിട്ടുള്ള മെയിൽ കാരിയറിന് പോലും എന്തറിയുന്നില്ല, ഇത്രയും പ്രത്യേകതകളുള്ള ഒരു വീട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മ കളിയാക്കുകയാണെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഒരിക്കലുമല്ല, അമ്മ ഒരിക്കലും എന്നെ കളിയാക്കില്ല എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. ദ മെയിൽ കാരിയർ ഷുക്ക് ഹിസ് ഹെഡ്. അപ്പോ മെയിൽ കാരിയർ തന്റെ തലയാട്ടി. ഷുക്ക് എന്ന് പറഞ്ഞ നെഗറ്റീവായിട്ട്, ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടി. സോറോഫുള്ളി, ദുഃഖത്തോടുകൂടെ. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, സോറി, ഐ കാൺട്ട് ഹെൽപ്പ് യു മൈ ഫ്രണ്ട്. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റിംഗ് ഓൺ മൈ വേ. ഇറ്റ് ഈസ് ടൈം ടു ഡെലിവർ മെയിൽസ്. എനിക്ക് മെയിൽ ഡെലിവറി ചെയ്യേണ്ട സമയമാണ്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണെന്ന്, എനിക്ക് അവിടേക്ക് പോവേണ്ടതുണ്ടെന്ന് എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു. വേവിംഗ് ഗുഡ് ബൈ, കൈ വീശിക്കൊണ്ട് ഹി ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്സ്. ആ റോഡിന്റെ താഴോട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വാഹനം ഓടിച്ചു പോയി. ദ ലിറ്റിൽ ബോയ് ട്രോംപ്ഡ് അറൌണ്ട് ദ നെക്സ്റ്റ് കോർണർ. ആ കുട്ടി അടുത്ത കോർണറിന് ചുറ്റും എന്ത് ചെയ്തു, നടന്നു. ട്രോംപ്ഡ് മീൻസ് ഹിയർ മാർച്ച് എന്നാണ് അർത്ഥം. അവൻ നടന്നു. ട്രോംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് എന്നാണ് അർത്ഥം. ആൻഡ് ഡൗൺ ദ ബ്ലോക്ക്, ആ ബ്ലോക്കിന് താഴോട്ട് അദ്ദേഹം നടന്നു. എവ്രി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. എല്ലാ വീടുകൾക്കും ജനാലകളും ഡോറുകളും ഉണ്ടായിരുന്നു. സം വർ റെഡ്, ചില വീടുകൾ ചുമന്ന കളറിലായിരുന്നു. സം ഹാഡ് ചിമ്നീസ്, ചില വീടുകൾക്ക് ചിമ്നി ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്. പക്ഷേ ആ വീടുകളിലൊന്നും ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന വീടുകളായിരുന്നില്ല. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, വിൻഡോസും ഡോസുകളൊന്നും ഇല്ലാത്ത. എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, മുകളിൽ ഒരു ചിമ്നിയുള്ള, അകത്ത് ഒരു നക്ഷത്രമുള്ള ഒരു വീടായിരുന്നില്ല. ഹി സ്റ്റോപ്ഡ് അഗെയിൻ ടു തിങ്ക്. വീണ്ടും അവൻ നിന്നു. ടു തിങ്ക്, ചിന്തിക്കാൻ വേണ്ടി. ആൻഡ് ലുക്ക്ഡ് അപ്പ് ടു സീ എ പോലീസ് കാർ ക്രൂയിസിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. അപ്പോൾ അവൻ മുകൾ ഭാഗത്തു നിന്നും, ആ ബ്ലോക്കിന്റെ മുകൾ ഭാഗത്തു നിന്നും ഒരു പോലീസ് കാർ ക്രൂയിസിംഗ് മീൻസ് ടു ട്രാവൽ അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്. അതായത് ഒരേപോലെയുള്ള സ്പീഡിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ട്രീറ്റിന്റെ താഴോട്ട് ഇങ്ങനെ വരുന്നതായി അവൻ കണ്ടു. ഇറ്റ് പുൾഡ് അപ്പ് അലോങ് സൈഡ് ഹിം. ആ വാഹനം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങി. ആൻഡ് എ പോലീസ് ഓഫീസർ പോക്കഡ് ഹർ ഹെഡ്. ഒരു പോലീസ് ഓഫീസർ അവരുടെ തല പുറത്തോട്ടിട്ടു. ഔട്ട് ഓഫ് ദ വിൻഡോ, വിൻഡോന്റെ പുറത്തോട്ടിട്ടുകൊണ്ട് ചോദിച്ചു, ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? നിനക്ക് വഴി നഷ്ടപ്പെട്ട് ആണോ, നീ വഴി അറിയാതെ കുടുങ്ങിയിരിക്കുകയാണോ എന്ന് എന്ത് ചെയ്തു ആ പോലീസ് ഓഫീസർ കുട്ടീനോട് ചോദിച്ചു. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്. അപ്പൊ കുട്ടി മറുപടി പറഞ്ഞു, അതായത് മെയിൽ കാരിയറോട് പറഞ്ഞ പോലെ തന്നെ, അല്ല, ഐ ലിവ് അറ്റ് ഐവി റോക്ക് ലൈൻ. ഞാൻ ഐവി റോക്ക് ലൈനിലാണ് താമസിക്കുന്നത്. ബ്രിഡ്ജ് വാട്ടർ, ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിലുള്ള ബ്രിഡ്ജ് വാട്ടറിലെ ഐവി റോക്ക് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് വഴി നഷ്ടപ്പെട്ടതല്ല എന്ന് അവൻ എന്ത് ചെയ്തു പറഞ്ഞു. ദാറ്റ്സ് റൈറ്റ് അറൌണ്ട് ദ ബ്ലോക്ക്. അത് ഈ ബ്ലോക്കിന് തൊട്ടപ്പുറത്താണ്. ദ പോലീസ് ഓഫീസർ സെറ്റ്. പോലീസ് ഓഫീസർ പറഞ്ഞു, നോ, യു ആർ നോട്ട് ലോസ്റ്റ്. നിനക്ക് വഴി അറിയാതെ കുടുങ്ങിപ്പോയതല്ല എന്ന് എന്ത് ചെയ്തു പോലീസ് ഓഫീസർ പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്, ഡു യു നോ വേർ എവ്രിവൺ ലിവ്സ് അറൌണ്ട് ഹിയർ? അപ്പൊ കുട്ടി ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാവരും താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ഞാനൊരു പ്രത്യേക തരത്തിലുള്ള വീട് തിരയുകയാണ്. ഐ ആസ്ക്ഡ് ദ മെയിൽ കാരിയർ, ഹി ഹാഡ് നോ വേർ ഇറ്റ് വാസ്. ഞാൻ മെയിൽ കാരിയറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല എവിടെയാണ് ഇതെന്നുള്ളത്. മെയിൽ കാരിയറോട് ചോദിച്ച അതേ ചോദ്യം തന്നെ പോലീസ് ഓഫീസറോടും ഈ കുട്ടി ചോദിച്ചു. അതായത് ഇത്രയും പ്രത്യേകതകളുള്ള ഒരു വീട് നിങ്ങൾക്ക് അറിയുമോ എന്ന് എന്ത് ചെയ്തു പോലീസ് ഓഫീസറോട് ചോദിച്ചു. ദ ഓഫീസർ സെഡ്, ലിറ്റിൽ ബോയ്, ഐ നോ ദിസ് നൈബർഹുഡ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ്. ആ പോലീസ് ഓഫീസർ പറഞ്ഞു കുട്ടീനോട്, എനിക്ക് ഈ ഭാഗം, അതായത് ഈ സ്ഥലം എന്റെ കൈയിന്റെ പുറകുവശം പോലെ അറിയാം. ഇവിടെ ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഇഡിയമാണ്. അതായത് കൃത്യമായിട്ട് നമ്മൾ പച്ചവെള്ളം പോലെ അറിയാം എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് കൃത്യമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ഡ്രൈവ് അപ്പ് ദീ സ്ട്രീറ്റ് ആൻഡ് ഡൗൺ ദീ സ്ട്രീറ്റ് എവറി ഡേ. ഞാൻ ഓരോ ദിവസവും ഈ സ്ട്രീറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്, പെട്രോളിംഗ് നടത്താറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫ് അറൌണ്ട് ഹിയർ. അതായത് ഇവിടെ സേഫ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇതിലൂടെ സഞ്ചരിക്കാറുണ്ട്. പോലീസ് ഓഫീസർ പെട്രോളിംഗ് നടത്താറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? എന്ത് തരത്തിലുള്ള വീടാണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതെന്ന് എന്ത് ചെയ്തു പോലീസ് ഓഫീസർ കുട്ടീനോട് ചോദിച്ചു. ദ ലിറ്റിൽ ബോയ് സെഡ്, മൈ മദർ സെൻഡ് മീ ടു ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോർസ് ആൻഡ് എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ.
ആ കുട്ടി വീണ്ടും പറഞ്ഞു, എന്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടിട്ടുള്ളത് ഒരു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആ വീടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടഡ് ആണ്, റെഡ് കളറിലാണ്, അതിന് ഡോഴ്സോ വിൻഡോസോ ഇല്ല, അതിന്റെ മുകളിൽ ഒരു ചിമ്നി ഉണ്ട്, അതിന്റെ അകത്ത് നടുവിലായിട്ട് ഒരു നക്ഷത്രവുമുണ്ട്. ഇങ്ങനെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ലിറ്റിൽ ബോയ്, ദ ഓഫീസർ സെഡ്, ഓഫീസർ പറഞ്ഞു, കുട്ടീനോട് പറഞ്ഞു, ഐ ഹാവ് ബീൻ പാസ്റ്റ് എവറി ഹൗസ് ഇൻ ദിസ് ടൗൺ ബട്ട് ഐ ഹാവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. ഞാൻ ഈ ടൗണിലുള്ള എല്ലാ വീടിലൂടെയും കടന്നു പോവാറുണ്ട്, പക്ഷേ ഇങ്ങനെ പ്രത്യേകതകളുള്ള ഒരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആർ യു ഷുവർ വാട്ട് ഈസ് യുവർ മദർ സെഡ്? നിന്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഉറപ്പ് തന്നെയല്ലേ? നിനക്ക് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ എന്ന് എന്ത് ചെയ്തു ഓഫീസർ കുട്ടീനോട് ചോദിച്ചു. ഓ യെസ്, the little boy answered. She said she found the same house when she was just my age. എനിക്ക് ഉറപ്പാണ്, അവർ എന്നോട് പറഞ്ഞു, എന്റെ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഇതുപോലെയുള്ള ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. when she was just my age. അമ്മ എന്റെ പ്രായത്തിലായിരുന്നപ്പോൾ, അതായത് അമ്മ എന്റെ പ്രായത്തിലായിരുന്നപ്പോൾ ഇതേപോലെയുള്ള ഒരു വീട് അമ്മ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അമ്മ എന്നോട് പറഞ്ഞു. സോ ഐ നോ ഇറ്റ് ഈസ് റിയൽ. അത് വാസ്തവമാണ്, അത് ശരിയാണെന്ന് എനിക്കറിയാമെന്ന് എന്ത് ചെയ്തു കുട്ടി പോലീസ് ഓഫീസറോട് പറഞ്ഞു. ദ പോലീസ് ഓഫീസർ സെഡ്, സോറി ഐ കാൺട്ട് ഹെൽപ്പ് യു ബഡി. പോലീസ് ഓഫീസർ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല ബഡ്ഡി. ബഡ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടുകാരനൊക്കെയാണ് ബഡ്ഡി എന്ന് പറയുക. ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റിംഗ് ബാക്ക് ടു മൈ സ്ട്രീറ്റ് പെട്രോൾ. എനിക്ക് എന്റെ പെട്രോളിങ്ങിന് പോവേണ്ടതുണ്ട്. എനിക്ക് എന്റെ പെട്രോളിങ്ങിന് വേണ്ടി പോവേണ്ടതുണ്ട്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞു. പെട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസണിന് വേണ്ടിയിട്ട് ചുറ്റിക്കറങ്ങുന്നതിനാണ് പെട്രോളിംഗ് എന്ന് പറയുക. അപ്പൊ എനിക്ക് സ്ട്രീറ്റ് പെട്രോളിങ്ങിന് പോവേണ്ടതുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞു. വേവിംഗ് ഗുഡ് ബൈ ഷീ ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്. കൈ വീശിക്കൊണ്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്തു, ആ സ്ട്രീറ്റിലൂടെ വാഹനം ഓടിച്ചു പോയി. ദ ലിറ്റിൽ ബോയ് വാസ് ഗെറ്റിംഗ് ഡിസ്കറേജ്ഡ്. ഈ കുട്ടി ആകെ നിരാശനായിട്ടുണ്ടായിരുന്നു. ഹിസ് മദർ സെഡ് ഹി വുഡന്റ് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ട്രീറ്റ് മുറിച്ചു കിടക്കുക പോലും ആവശ്യമില്ല. ബട്ട് നോ മാറ്റർ ഹൗ ഹാർഡ് ഹി ലുക്ക്ഡ് ഹി കുഡ് നോട്ട് ഫൈൻഡ് ദ ഹൗസ് ഹി വാസ് ലുക്കിംഗ് ഫോർ. എത്ര കഠിനമായിട്ട് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും തന്റെ അമ്മ പറഞ്ഞതുപോലെയുള്ള ഒരു വീട് കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ദർ വാസ് ജസ്റ്റ് വൺ മോർ ഹൗസ് ടു ചെക്ക്. ഇനി അവിടെ ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ ചെക്ക് ചെയ്യാൻ. ആൻഡ് ദാറ്റ് വാസ് മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഹൗസ്. ആ വീട് മിസ്റ്റർ ഫെറ്റ്സറുടെ വീടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ ഏറ്റവും അറ്റത്ത് നിലനിൽക്കുന്ന മിസ്റ്റർ ഫെറ്റ്സറുടെ വീട് മാത്രമാണ് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. മിസ്റ്റർ ഫെറ്റ്സർ ഹാഡ് ലിവ്ഡ് ഇൻ ദ നൈബർഹുഡ് ലോങ്ങർ ദൻ എനി വൺ. മറ്റാരെക്കാട്ടിലും ഈ പ്രദേശത്ത് മിസ്റ്റർ ഫെറ്റ്സർ ആയിരുന്നു കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എഗോ, വർഷങ്ങൾക്ക് മുമ്പ്, there were many farms in the Bridgewater. ബ്രിഡ്ജ് വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേയധികം കൃഷി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് വൺ ബൈ വൺ ദ ലാൻഡ് ഹാഡ് ബീൻ സോൾഡ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ കൃഷി സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു, വിൽക്കപ്പെട്ടു. ആൻഡ് ഹൗസസ് were built where there had once been fields of Jersey tomatoes and white corn. വൈറ്റ് കോൺസും ടൊമാറ്റോസ് ഒക്കെ വളർത്തിയിരുന്ന സ്ഥലത്ത് വീടുകൾ നിർമ്മിക്കപ്പെട്ടു. ടൊമാറ്റോസ് ആൻഡ് വൈറ്റ് കോൺ എന്ന് പറയുന്ന ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള കോൺസിനെയാണ് വൈറ്റ് കോൺ എന്ന് പറയുന്നത്. മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നൈബർഹുഡ്. ഈ പ്രദേശത്ത് മിസ്റ്റർ ഫെൻസറിന്റെ ഫാം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവശേഷിക്കുന്നുണ്ടായിരുന്നത്. ഹി റാൻ എ സ്മോൾ ഫാം. അദ്ദേഹം ചെറിയ ഒരു ഫാം നടത്തുന്നുണ്ടായിരുന്നു. ആൻഡ് സോൾഡ് ദ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹി ഗ്രൂ ഇൻ ദ ഗാർഡൻസ് ആൻഡ് ഓർച്ചർഡ്സ്. അദ്ദേഹം വെജിറ്റബിൾ ഗാർഡൻസിലും ഫ്രൂട്ട്സ് ഓർച്ചർഡിലും വളർത്തുന്ന പഴങ്ങളും പച്ചക്കറികളും വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ഫാം നടത്തുന്നുണ്ടായിരുന്നു. ഇഫ് എനിവൺ നോസ് വേർ ദാറ്റ് ഹൗസ് ഈസ് ഹി ഷുഡ്, ദ ലിറ്റിൽ ബോയ് റീസൺഡ്. ആർക്കെങ്കിലും ഈ വീട് അറിയുമെങ്കിൽ ഹി ഷുഡ്, അദ്ദേഹത്തിന് അറിയുമായിരിക്കും. ദ ലിറ്റിൽ ബോയ് റീസൺഡ്, ആ ചെറിയ കുട്ടി എന്ത് ചെയ്തു, കണക്ക് കൂട്ടി. സോ അപ്പ് ഹി ട്രഡ്ജഡ്, അങ്ങനെ അവൻ മുകളിലേക്ക് നടന്നു നീങ്ങി. ട്രഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണത്തോടുകൂടെ നടക്കുന്നതിനാണ് ട്രഡ്ജ് എന്ന് പറയുക. വളരെ ക്ഷീണിതനായി അവൻ നടന്നു. ടു മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ബാൺ, മിസ്റ്റർ ഫെറ്റ്സറുടെ ബാണിലേക്ക്. ബാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യപ്പുര, ധാന്യങ്ങളും കൃഷിയുടെ സ്ഥലങ്ങളിലെ
പച്ചക്കറികളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് ബാൺ എന്ന് പറയുന്നത്. മിസ്റ്റർ ഫെറ്റ്സറുടെ ബാണിന്റെ അടുത്തേക്ക് അവൻ നടന്നു നീങ്ങി. ആൻഡ് പിയേർഡ് ഇൻസൈഡ്, എന്നിട്ട് അകത്തോട്ട് എത്തി നോക്കി. ആ പ്രദേശത്തെ ഏറ്റവും അവസാനത്തെ വീടായിട്ടുള്ള മിസ്റ്റർ ഫെറ്റ്സറിന്റെ കൃഷിസ്ഥലത്തേക്ക് അവൻ എത്തിച്ചേരുകയും അവിടേക്ക് അവൻ എത്തി നോക്കുകയും ചെയ്തു. There was the farmer packing apples into boxes. അവിടെ ആ ഫാമർ ഉണ്ടായിരുന്നു. The farmer here, Mr. Fetzer, packing apples into boxes. അദ്ദേഹം ആപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യായിരുന്നു? ബോക്സസിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. He looked up. അദ്ദേഹം മുകളിലോട്ട് നോക്കി. Hello there, young fella. What can I do for you? ഞാൻ എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? എന്തിനാ വന്നിട്ടുള്ളതെന്ന് എന്ത് ചെയ്തു? ആ കുട്ടിനോട് ചോദിച്ചു. Come for a taste of my apple cider. വരൂ, എന്റെ ആപ്പിൾ ജ്യൂസ്. സൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ നിന്നുണ്ടാക്കുന്ന പാനീയത്തിനാണ് സൈഡർ എന്ന് പറയുന്നത്. എന്റെ ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വരൂ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ ക്ഷണിച്ചു. He poured a cup and handed it to the little boy. അദ്ദേഹം കപ്പിലേക്ക് ആപ്പിൾ സൈഡർ ഒഴിക്കുകയും എന്നിട്ട് ആ കുട്ടിക്ക് കൈമാറുകയും ചെയ്തു. The little boy drank it down gratefully. നന്ദിയോടുകൂടെ ആ കുട്ടി ആ ആപ്പിൾ സൈഡർ കുടിച്ചു. Hunting for houses was thirsty work. വീടുകൾ തേടി പോവുക എന്ന് പറയുന്നത് ഒരു തേഴ്സ്റ്റി വർക്കാണ്. വളരെ ദാഹം പിടിച്ച ഒരു ജോലിയാണ്. കാരണം വളരെയധികം നടന്നുകൊണ്ട് വീടുകൾ തേടി പോവുക എന്നുള്ളത് വളരെ തേഴ്സ്റ്റിയാണ്. തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹം. The cider tasted sweet and tart, all that at the same time. ഈ ആപ്പിൾ സൈഡർ വളരെ മധുരമുള്ളതും അതേസമയം ടാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിപ്പുള്ളതുമായിരുന്നു. ഒരേ സമയം മധുരവും പുളിപ്പും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ആപ്പിൾ സൈഡറിന്. താങ്ക്സ് ഫോർ ദ സൈഡർ. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു നന്ദി, ആ സൈഡറിന് നന്ദി, ആ ജ്യൂസിന് നന്ദി എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. മിസ്റ്റർ ഫെറ്റ്സർ, ക്യാൻ യു ഹെൽപ്പ് മീ? അതിനുശേഷം ആ കുട്ടി ചോദിച്ചു, ഫെറ്റ്സർ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഐ ആം ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഞാനൊരു വീട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്. ഈ വീട് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുവന്ന വീടാണ്. നോ വിൻഡോസ് നോ ഡോർസ്, അതിന് ജനാലകളോ വാതിലുകളോ ഇല്ല. എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അതിന്റെ മുകളിൽ ഒരു ചിമ്നിയും അകത്തൊരു നക്ഷത്രവുമുള്ള ഒരു വീടാണ് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൈ മദർ സേസ് യു ഹാവ് ലിവ്ഡ് ഹിയർ ലോങ്ങർ ദാൻ എനിബഡി. മറ്റാരെക്കാട്ടിലും നിങ്ങളാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നേ എന്നുള്ളത് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഫൗണ്ട് ദ ഹൗസ് വെൻ ഷീ വാസ് മൈ ഏജ്. എന്റെ അമ്മ ഇതുപോലെയുള്ള വീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വെൻ ഷീ വാസ് മൈ ഏജ്. എന്റെ അമ്മക്ക് എന്റെ പ്രായമുണ്ടായിരുന്നപ്പോൾ. സോ ഐ തോട്ട് യു മൈറ്റ് നോ വേർ ഇറ്റ് ഈസ്. സോ ഐ തോട്ട്, അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, യു മൈറ്റ് നോ വേർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇത് അറിയാമായിരിക്കും എവിടെയാണ് ഈ വീടുള്ളത് എന്നുള്ളത്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഒരു വീട് അറിയുമോ എന്ന് ചോദിച്ചപ്പോ മിസ്റ്റർ ഫെറ്റ്സർ സ്മൈൽ. മിസ്റ്റർ ഫെറ്റ്സർ ചിരിച്ചു. സീംസ് ടു മീ ഐ റിമെമ്പർ യുവർ മദർ വെൻ ഷി വാസ് ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ. എനിക്ക് തോന്നുന്നു നിന്റെ അമ്മേനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വെൻ ഷി വാസ് ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ. നിന്റെ അമ്മ ചെറിയൊരു പെൺകുട്ടി ആയിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. ഇന്ന് പോലെയുള്ള ഒരു ദിവസം നിന്റെ അമ്മ എന്റെ അടുത്തേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. സീംസ് ടു മീ ദാറ്റ് ഷീ വാസ് ലുക്കിംഗ് ഫോർ എ ഹൗസ് ടു. നിന്റെ അമ്മയും ചെറിയ കുട്ടി ആയിരുന്നപ്പോ ഇതുപോലെയുള്ള ഒരു വീട് തേടി വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ലൈക്ക് ദ വൺ യു ഹാവ് ഡിസ്ക്രൈബ്ഡ്. നീ എനിക്ക് വിശദീകരിച്ച് തന്നതുപോലെയുള്ള ഒരു വീട് തേടിയിട്ട് തന്നെയായിരുന്നു നിന്റെ അമ്മയും വന്നിരുന്നത് എനിക്ക് തോന്നുന്നു. ആൻഡ് സീംസ് ടു മീ ഐ ന്യൂ ജസ്റ്റ് വേർ ടു സെൻഡ് ഹർ. എനിക്ക് തോന്നുന്നു എനിക്ക് എവിടേക്കാണ് അവളെ അയക്കേണ്ടിയിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. അതായത് ഈ കുട്ടിയുടെ അമ്മ വീട് തേടി പോയപ്പോഴും മിസ്റ്റർ ഫെറ്റ്സറിന്റെ അടുത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. മിസ്റ്റർ ഫെറ്റ്സറിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എവിടേക്കായിരുന്നു ഈ കുട്ടീനെ അയക്കേണ്ടിയിരുന്നേ എന്നുള്ളത്. ദ ഫാമർ വാക്ക്ഡ് ഔട്ട്സൈഡ്. ഫാമർ പുറത്തോട്ട് നടന്നു. ആൻഡ് പോയിന്റഡ് ടു ഹിസ് ഓർച്ചർഡ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പഴത്തോട്ടത്തിലേക്ക് കാണിച്ചു കൊടുത്തു. അപ്പ് ഓൺ എ ലിറ്റിൽ ഹിൽ സീ ദോസ് ട്രീസ്. ആ ചെറിയ കുന്നിൻ മുകളിലേക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു. സീ ദോസ് ട്രീസ്. ആ മരങ്ങൾ കാണുക. റൺ അപ്പ് ദേർ ആൻഡ് ടേക്ക് എ ലുക്ക് അറൌണ്ട്. അവിടേക്ക് ഓടിച്ചെല്ലുക. ആൻഡ് ടേക്ക് എ ലുക്ക് അറൌണ്ട്. എന്നിട്ട് അതിനെ ചുറ്റിനും ഒന്ന് നോക്കുക. ആൻഡ് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. എനിക്ക് തോന്നുന്നു യു വിൽ ഫൈൻഡ്, നിനക്ക് കണ്ടെത്താൻ കഴിയും, വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, എന്താണ് നീ തെരഞ്ഞു നോക്കുന്നേ എന്നുള്ളത് നിനക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് എന്ത് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ മിസ്റ്റർ ഫെറ്റ്സർ എന്ത് ചെയ്തു?
തന്റെ പഴത്തോട്ടത്തിൽ കുറെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അവിടേക്ക് എന്ത് ചെയ്തു, ഈ കുട്ടീനോട് പോയിട്ട് അതിന് ചുറ്റിനും നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പറയുകയാണ് ചെയ്യുന്നത്. ദ ലിറ്റിൽ ബോയ് റാൻ അക്രോസ് ദ ഫീൽഡ്. അങ്ങനെ മിസ്റ്റർ ഫെറ്റ്സർ ആ തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ ആ കുട്ടി എന്ത് ചെയ്തു, റാൻ അക്രോസ് ദ ഫീൽഡ്, ആ വയലിന് കുറുകെ ഓടുകയും ആൻഡ് അപ്പ് ദ ഹിൽസ്, എന്നിട്ട് എന്ത് ചെയ്തു, ആ കുന്നിൻ മുകളിലെത്തി. ഹി സ്റ്റുഡ് അണ്ടർ വൺ ഓഫ് ദ ആപ്പിൾ ട്രീസ് ആൻഡ് ലുക്ക്ഡ് ഓൾ അറൌണ്ട്. എന്നിട്ട് അവിടെയുള്ള ഒരു ആപ്പിൾ ട്രീയുടെ താഴെ നിൽക്കുകയും ചുറ്റിനും നോക്കുകയും ചെയ്തു. ദ വിൻഡ് വാസ് ബ്ലോയിങ്. കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഡാൻസിങ് ബ്രീസ്. ഇളം കാറ്റ് അടിച്ചു വീശുന്നുണ്ടായിരുന്നു. ഇറ്റ് ബ്ലൂ എ റെഡ് ആപ്പിൾ റൈറ്റ് ഓഫ് ദ ട്രീ. ആ കാറ്റ് ഒരു ചുമന്ന ആപ്പിളിനെ ആ മരത്തിൽ നിന്നും താഴേക്ക് വീഴ്ത്തി. താങ്ക്. ദ ആപ്പിൾ ലാൻഡഡ് അറ്റ് ഹിസ് ഫീറ്റ്. നന്ദി. ആ ആപ്പിൾ ലാൻഡ് ചെയ്തത് അവന്റെ കാൽപാദത്തിലായിരുന്നു. പിക്കിംഗ് ഇറ്റ് അപ്പ്. എന്നിട്ട് ആ ആപ്പിൾ എടുത്തുകൊണ്ട് ദ ലിറ്റിൽ ബോയ് ടുക്ക് എ ക്ലോസർ ലുക്ക്. ആ ആപ്പിൾ കയ്യിലെടുത്തുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു, ആപ്പിളിനെ സസൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചു. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് നോ ഡോസ്. എന്നിട്ട് അവൻ പറഞ്ഞു, എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന വീട്, വിത്ത് നോ വിൻഡോസ് നോ ഡോസ്, വിൻഡോസും ഡോസും ഒന്നും ഇല്ലാത്തൊരു വീട്. ഹി സെഡ്, ടേണിംഗ് ഇറ്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഷൈനി റൗണ്ട് റെഡ് സർഫേസ്. അവൻ പറഞ്ഞു, ടേണിംഗ് ഇറ്റ്, അതിങ്ങനെ തിരിച്ചുകൊണ്ട്, ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഷൈനി റൗണ്ട് റെഡ് സർഫേസ്, തിളങ്ങുന്ന ഉരുണ്ട ഷേപ്പിലുള്ള ആ ആപ്പിളിനെ നോക്കിക്കൊണ്ട് ഈ കുട്ടി പറഞ്ഞു. അതായത് ആ കുട്ടി ആപ്പിളിനെ ഒന്ന് ടേൺ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ചുമന്ന വീട്, വിൻഡോസും ഇല്ല ഡോസും ഇല്ല, വിത്ത് നോ വിൻഡോസ് ആൻഡ് ഡോസ്, ഡോസും വിൻഡോസും ഒന്നും ഇല്ലാത്ത ചെറിയ വീട്. എ ചിമ്നി ഓൺ ടോപ്പ്, മുകളിൽ ഒരു ചിമ്നി. ഹി സെഡ്, ടച്ചിങ് ദ സ്റ്റം. അതായത് ആ ആപ്പിളിന്റെ ഞെട്ടിയിൽ തൊട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മുകളിൽ ഒരു ചിമ്നി. എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഒരു ചോദ്യരൂപേണ ആ കുട്ടി ചോദിക്കാണ്, സ്റ്റാർ ഇൻ ദ മിഡിൽ, എവിടെയാണ് സ്റ്റാർ, നക്ഷത്രം എവിടെയാണ് എന്നുള്ള രീതിയിൽ ആ കുട്ടി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവസാനം ആ ഒരു ആപ്പിൾ തന്റെ കാലിൽ വീണപ്പോ അത് എടുത്തു നോക്കിയപ്പോ അമ്മ പറഞ്ഞ അതേപോലെയുള്ള പ്രത്യേകതകളുള്ള ഒരു വീട് പോലെ തോന്നിക്കുന്നു. പക്ഷെ നക്ഷത്രം കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. ഹി പുട്ട് ദ ആപ്പിൾ ഇൻ ഹിസ് റെയിൻകോട്ട് പോക്കറ്റ്. ആ കുട്ടി ആപ്പിൾ എടുത്തിട്ട് തന്റെ റെയിൻകോട്ടിന്റെ പോക്കറ്റിൽ ഇട്ടു. ആൻഡ് റാൻ ഓൾ ദ വേ ഹോം. എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഓടി. മോം മോം ഹി ക്രൈഡ്. അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചു, അമ്മേ അമ്മേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു. ഐ തിങ്ക് ഐ ഫൗണ്ട് ഇറ്റ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ കണ്ടെത്തി. അതായത് ഞാൻ അമ്മ പറഞ്ഞ ആ വീട് കണ്ടെത്തി എന്ന് ആ കുട്ടി പറഞ്ഞു. ഹിസ് മദർ സ്മൈൽഡ് വെൻ ഹി ടുക്ക് ദ ആപ്പിൾ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. ആ കുട്ടി ആപ്പിൾ തന്റെ പോക്കറ്റിൽ നിന്നും എടുത്തപ്പോൾ അമ്മ ചിരിച്ചു. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹർ. അത് ആ അമ്മേന്റെ അടുത്തേക്ക് നൽകിയപ്പോ, അമ്മേന്റെ കയ്യിലേക്ക് ആപ്പിൾ എടുത്തുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നൽകിയപ്പോ അമ്മ ചിരിച്ചു. ഐ തിങ്ക് യു ഡിഡ് ഇറ്റ് ടു, ഷീ സെഡ്. അമ്മ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, നീയും ഇതെന്ത് ചെയ്തു, കണ്ടെത്തി. അതായത് അമ്മ തന്റെ കുട്ടിക്കാലത്ത് കണ്ടെത്തിയതുപോലെ നീയും ഇത് കണ്ടെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് നോ ഡോസ് ആൻഡ് എ ചിമ്നി ഓൺ ടോപ്പ്. ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ചുമന്ന വീട്, വിത്ത് നോ വിൻഡോസ് ആൻഡ് ഡോസ് ആൻഡ് എ ചിമ്നി ഓൺ ടോപ്പ്. ഡോസും വിൻഡോസ് ഒന്നും ഇല്ലാത്ത മുകളിൽ ഒരു ചിമ്നിയുള്ള വീട്. ബട്ട് വേർ ഇസ് ദ സ്റ്റാർ, ഹി ആസ്ക്ഡ്. കുട്ടി ചോദിച്ചു, എവിടെയാണ് നക്ഷത്രം എന്നെന്ത് ചെയ്തു ചോദിച്ചു. ഷീ പിക്ക്ഡ് അപ്പ് എ ഷാർപ്പ് നൈഫ്. അങ്ങനെ അവരുടെ അമ്മ ഒരു നല്ല മൂർച്ചയുള്ള കത്തിയെടുത്തു. ഫ്രം ദ ടേബിളിൽ നിന്നും. പ്ലേസിംഗ് ദ ആപ്പിൾ ഓൺ ഇറ്റ്സ് സൈഡ് ഓൺ എ പ്ലേറ്റ്. ഒരു പ്ലേറ്റിന്റെ സൈഡിൽ ആപ്പിൾ വെച്ചുകൊണ്ട് ഷീ കട്ട് ഇറ്റ് ഇൻ ഹാഫ്. അവർ പകുതിയായിട്ട് അത് മുറിച്ചു. റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ. അതിന്റെ കൃത്യം നടുവിലൂടെ മുറിക്കുകയും ആൻഡ് ദേർ ഇൻ ദ സെന്റർ വാസ് എ സ്റ്റാർ. ആ ആപ്പിളിന്റെ നടുവിൽ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ആപ്പിളിന്റെ നേർ മധ്യത്തിൽ എന്ത് ചെയ്തു, മുറിക്കുകയും അങ്ങനെ മുറിച്ചു നോക്കിയപ്പോൾ നടുവിൽ ഒരു നക്ഷത്രം എന്ത് ചെയ്യാൻ കഴിഞ്ഞു, കാണാനും കഴിഞ്ഞു. അപ്പോ അവസാനം തന്റെ അമ്മ പറഞ്ഞ പ്രത്യേകതകളൊക്കെയുള്ള ഈ വീട് എന്ന് പറയുന്നത് ഒരു ആപ്പിൾ ആയിരുന്നു. അങ്ങനെ അത് കട്ട് ചെയ്തപ്പോ അതിന്റെ നടുവിലായിട്ട് അവന് നക്ഷത്രവും കാണാൻ കഴിഞ്ഞു. ഓ ഹൗ വണ്ടർഫുൾ, എത്ര മനോഹരമാണ്. ദേ ഇൻസൈഡ് ദ ആപ്പിൾ ലേ എ സ്റ്റാർ ഹോൾഡിംഗ് 5 ബ്രൗൺ സീഡ്സ്. 5 ബ്രൗൺ നിറത്തിലുള്ള സീഡ്സുകൾ അടങ്ങിയ ഒരു നക്ഷത്രം ആപ്പിളിന്റെ നടുവിൽ.
ഇറ്റ് ഈസ് ടു വണ്ടർഫുൾ ടു ഈറ്റ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർ. ഇത് വളരെയധികം മനോഹരമാണ് ടു ഈറ്റ് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർ. ആ നക്ഷത്രത്തിലേക്ക് നോക്കാതെ ഈ ആപ്പിൾ കഴിക്കാൻ ഇത് വളരെയധികം മനോഹരമാണ്. ഇസിന്റ് ഇറ്റ്, അല്ലേ? ദ ലിറ്റിൽ ബോയ് സെഡ് ടു ദിസ് മദർ. ആ കുട്ടി ഇത് അമ്മേനോട് പറഞ്ഞു. അതായത് ആ നക്ഷത്രത്തിലേക്ക് നോക്കാതെ ഇത് കഴിക്കാൻ എത്ര മനോഹരമാണല്ലേ എന്ന് അമ്മേനോട് കുട്ടി പറഞ്ഞു. യെസ് ഇൻഡീഡ് ആൻസർ ഹിസ് മദർ. അവന്റെ അമ്മ മറുപടി നൽകി, യെസ് ഇൻഡീഡ്, ശരിക്കും വളരെയധികം മനോഹരമാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, മറുപടി നൽകി. അങ്ങനെ തന്റെ ഈ കുട്ടിക്ക് വളരെയധികം ബോറിംഗ് ആയപ്പോ, ഒരു ടാസ്കും ചെയ്യാനില്ലാതിരുന്നപ്പോ ഈ കുട്ടി അമ്മേനോട് പരാതിപ്പെടുകയും അമ്മ തനിക്ക് ചെറുപ്പത്തിൽ തന്റെ അമ്മ നൽകിയ ഒരു ടാസ്ക്, വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ഈ കുട്ടിക്ക് നൽകുകയും അവസാനം ഈ കുട്ടി ആ ടാസ്ക് എന്ത് ചെയ്യുന്നു, കണ്ടെത്തുകയും ചെയ്യുന്നതോടുകൂടെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു.